യേശുക്രിസ്തു ഒരു വട്ടിപ്പലിശ കമ്പനി ഒരു ന്യൂ ജനറേഷൻ അപ്പോസ്തലൻ്റെ കൂടെ ചേർന്ന് തുടങ്ങിയ വിവരം ഒട്ടുമിക്ക മലയാളികളും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും യേശുക്രിസ്തു വട്ടിപ്പലിശ കമ്പനി ലിമിറ്റഡിൻ്റെ CEO ആയി യേശുക്രിസ്തു നിയമിച്ചിരിക്കുന്ന അപ്പോസ്തലനായ പ്രവീൺ തന്നെ അവരുടെ സ്കീമുകൾ എന്തൊക്കെയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് എന്ന കാര്യങ്ങൾ വിശദമായി നമുക്ക് പറഞ്ഞു തരും. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്റെ അക്കൗണ്ടിൽ നിന്ന് 100 രൂപ ഒരാൾക്ക് ഞാൻ കൊടുക്കുമ്പോൾ 110 രൂപ ദൈവം തിരിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇന്ന് ഇവിടെ സ്തോത്രാഴ്ച എടുക്കുന്നില്ല. ഇന്ന് സ്തോത്രാഴ്ച ഇല്ല ചർച്ചിൽ. പകരം ഈ ഹാളിൽ എത്ര പേരുണ്ടോ അത്രയും പേരുടെയും പേഴ്സ് എടുക്കണം. കമൺ എടുക്ക. തിരിച്ച് നിങ്ങൾ എങ്ങനെ പോവോ നടന്നു പോവാ അതൊന്നും എന്റെ വിഷയമല്ല. ഇന്ന് കർത്താവ് ഇത് ചെയ്യാൻ പറഞ്ഞു, ചെയ്യിപ്പിക്കും. എത്ര പേരുണ്ടോ അത്രയും പേരും. കേട്ടല്ലോ, കർത്താവ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് പ്രവീൺ അപ്പോസ്തലൻ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ വെറുതെ പുള്ളിക്ക് തോന്നിയോട്ടൊന്നുമല്ല. പലരും ഇതൊക്കെ കണ്ട് വിമർശിക്കാനൊക്കെ വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു പറഞ്ഞുകൊണ്ടാണ്. പാസ്റ്റർമാരെല്ലാം പറഞ്ഞു കേട്ടിട്ടില്ലേ, യേശുക്രിസ്തു എന്നോട് സഭ തുടങ്ങാൻ പറഞ്ഞു, ഞാൻ സഭ തുടങ്ങി. യേശുക്രിസ്തുവായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്, പേഴ്സണൽ ബന്ധമുണ്ടെന്നൊക്കെ ആൾക്കാർ എൻ്റെ വീഡിയോയുടെ അടിയിൽ തന്നെ കമൻറ്റ് ചറ ഇടുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഇതിന് തെളിവ് ചോദിക്കാൻ പറ്റത്തില്ല. യേശുക്രിസ്തു പറഞ്ഞു, അവർ ചെയ്യുന്നു. പിന്നെ യേശുക്രിസ്തുവിൻ്റെ അറിവിലായിട്ട് ഈ ഒരു 10% എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് വളരെ കുറവാണ്. നാഷണലൈസ്ഡ് ബാങ്ക് വരെ FD റേറ്റ്സ് 6 മുതൽ 7% ഒക്കെ കൊടുക്കുന്ന ഒരു സമയത്താണ് അതിൽ നിന്ന് വെറും 3% മാത്രം ഇൻക്രിമെൻ്റ് കൊടുത്തിരിക്കുന്ന ഈ ഒരു 10%. ഒന്നുകൂടെ ഒന്ന് പുനർചിന്തിക്കേണ്ടിയിരിക്കുന്നു. എടുക്കടാ, പൈസ ഉണ്ടോ? പിന്നെ ഇത് കട്ട് ചെയ്യാനിരിക്കുന്ന ചേട്ടന്മാര് പറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിടണം. കുറച്ചുകൂടെ ഞങ്ങളെ ഫേമസ് ആക്കി തരണം. എടുത്തവർ കൈ പൊക്കിക്കേ. എനിക്ക് എണ്ണണം. ഇത് കൃത്യമായിട്ട് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് തന്നെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് സംസാരിച്ചാലും പുള്ളിക്കൊരു പബ്ലിസിറ്റി തന്നെയാണ് കിട്ടുന്നത്. സംസാരിച്ചാലും ഇല്ലെങ്കിലും പുള്ളിക്ക് ആ പബ്ലിസിറ്റി കിട്ടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള മേജർ കാരണം, എങ്ങനെയാണ് ഇവർ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത്, സൈക്കോളജിക്കൽ ട്രിക്സ് ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങുന്നത് എന്നതിൻ്റെ ഒരു റിയൽ എക്സാമ്പിൾ കാണിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നത്. ഇത് ഇയാളെ മാത്രം അല്ല ഞാൻ പറയുന്നത്, പൊതുവിൽ എല്ലാ പാസ്റ്റർമാരും. ഇയാളിപ്പോൾ പച്ചയ്ക്ക് പണം തരൂ എന്ന് പറയുന്നു, പക്ഷേ മറ്റ് പാസ്റ്റർമാരൊക്കെ ആണെങ്കിൽ അത് നേരിട്ട് പറയത്തില്ല. പാസീവായിട്ട് അറിയാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് കാശ് കൊടുപ്പിക്കുന്ന രീതിയിലാണ് അവർ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ബ്രദർ എണ്ണിക്കേ, എത്ര കൈ പൊങ്ങിയിട്ടുണ്ടോ? എന്റെ ചെവിയിലേ വന്ന് പറയുള്ളൂ. റിയ എണ്ണിക്കേ, ഈ സൈഡിൽ നിൽക്കുന്ന എണ്ണിക്കേ, എത്ര പേരാന്ന് എണ്ണിക്കേ. നിന്റെ കൈയും പൊക്കണം. പൊക്കടാ. ബ്ലസ്സിങ് വേണ്ടവരെ, എനിക്ക് നിർബന്ധമില്ല. എല്ലാവരും പൊക്കോ. സോറി, പേഴ്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉള്ളവരും കൂടെ കയറിയോ? നിന്റെ പേഴ്സ് ഇല്ലേ? ഇല്ല. പൈസ ഉണ്ട് അക്കൗണ്ടിൽ? ഉണ്ടാ? ഉണ്ട്. കൈ പൊക്ക. എല്ലാവരും പൊക്ക. ഓക്കെ. ഈ നിൽക്കുന്ന നിങ്ങളിൽ, ഈ കൈ പൊക്കി പിടിച്ചേക്കുന്ന നിങ്ങളിൽ 1000 രൂപ കയ്യിലെടുക്കാൻ ഇല്ലാത്തവരില്ലല്ലോ. അതില്ലാത്തവരെ ഞാൻ വെറുതെ വിട്ടേക്കുന്നു. 500 രൂപ കാണുമല്ലോ. ഓക്കെ. മിനിമം ഞാൻ പറയാണ് 1000 or 2000. എന്തായാലും ഇത് പറയാതെയും ചെയ്യാതെയും തെറി കേൾക്കുന്നുണ്ട്. എന്നാ പിന്നെ ചെയ്തിട്ട് കേൾക്കാം. നിങ്ങളുടെ പേഴ്സിനകത്തുനിന്ന് 2000 എടുക്കാൻ തോന്നുന്നവർ 2000 എടുക്കുക. 1000 എടുക്കാൻ പറ്റുന്നവർ 1000 എടുക്കുക. 500 വേണ്ട. അന്നേരം 2000-കാർ 500 എടുക്കും. പുള്ളിയുടെ ടെക്നിക്ക് പുള്ളി തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം 500 എന്ന് പറയുന്നു, പിന്നെ 1000 എന്ന് പറയുന്നു. 1000, 2000 മിനിമം, നമുക്കത് മതി, അതിൽ താഴോട്ട് വേണ്ട. അതിനുശേഷം 500എങ്കിലും മിനിമം ഒരാളുടെ എടുക്കാൻ കാണുമല്ലോ. അങ്ങനെ പറഞ്ഞാലേ 1000, 2000 എന്ന് പറഞ്ഞാൽ മാത്രമേ 2000-കാർ 500എങ്കിലും ഇടൂ എന്നൊരു കാര്യം. 500 തരൂ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ 500 നമുക്ക് വലിയൊരു സംഖ്യയായിട്ട് തോന്നും. 1000, 2000 എന്നൊരു മിനിമം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ 500എങ്കിലും എടുക്കാൻ കാണാത്ത ആരുമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ ചിന്തിക്കുന്നത്, അയ്യോ ആദ്യം പറഞ്ഞ 1000, 2000 അതിനെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ചെറുതാണ് ഈ 500. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ആ 500 വളരെ ചെറുതായിപ്പോയി. അത്രയും നേരം നമുക്ക് 500 വലുതായിട്ട് തോന്നിയിരുന്ന നമ്മൾക്ക് പെട്ടെന്ന് ഇത് കേൾക്കുമ്പോഴേക്കും 500 വളരെ ചെറിയൊരു സംഖ്യയായി തോന്നുകയും നമ്മളത് പെട്ടെന്ന് എടുത്ത് കൊടുക്കുകയും ചെയ്യും. ഈ സെയിം ട്രിക്കാണ് പല ഷോപ്പുകളും ഡിസ്കൗണ്ടഡ് സെയിൽസ് എന്ന പേരിൽ നമ്മളെ പറ്റിച്ച് കാശ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. 25 രൂപയുടെ ഒരു സാധനത്തിന് 100 രൂപ MRP പ്രൈസ് ഇട്ടിട്ട് അതിൽ 50% ഡിസ്കൗണ്ട്, പാതി വിലയിൽ നിങ്ങൾക്ക് വാങ്ങാമെന്ന് പറഞ്ഞ് 25 രൂപയുടെ ഒരു സാധനത്തിനെ 50 രൂപയ്ക്ക് നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. നേരെ ഇരട്ടി ലാഭം. ഈ സെയിം പരിപാടിയാണ് പുള്ളി ഇവിടെ കാഴ്ചവെക്കുന്നത്. പിന്നെ ഇവിടെയും തീർന്നിട്ടില്ല. നമ്മുടെ അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ടും 1000-ന് മേളിൽ സംഭാവന നടത്തിയവരെ കൈപൊക്കിച്ച് അവരെൻ്റെ അടുത്തേക്ക് വരൂ, 1000-ന് മേളിൽ കൊടുത്തവർ എൻ്റെ അടുത്തേക്ക് വരൂ, അവരെ തടുക്കരുത് എന്ന് പുള്ളി പറഞ്ഞിട്ട് അവരെ അടുത്തേക്ക് വിളിച്ച് വരുത്തുന്നുണ്ട്. ആ വരുത്തുന്നതിലും ഒരു കൃത്യമായ സൈക്കോളജിക്കൽ ട്രിക്കുണ്ട്. അതെന്താണെന്ന് ഞാൻ ആ ഒരു വീഡിയോ കഴിയുമ്പോൾ പറഞ്ഞുതരാം. എടുത്തവർ പെട്ടെന്ന് ആ കൈ ഒന്ന് പൊക്കി പിടിച്ചേക്കണം. എനിക്ക് സമയമില്ല ഒത്തിരി കളയാൻ. അതുകൊണ്ട് എടുത്തോ. 2000 എടുത്തവർ കൈ പൊക്കിക്കേ.
ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ട്. 2000 എടുത്തൊരു കൈ പിടിക്കേ. ആരുമില്ല, നാണക്കേടാ കേട്ടോ. 2000. ഓക്കെ, 1000. 20,000 കിട്ടോ? 2000 എന്നാണോ അതോ 20 ഇട്ടെന്നാണോ പറഞ്ഞത്? എന്നാലും സാറില്ല, ബാക്കി പൊക്കി പിടിയല്ലേ. 20 പേരുടെ അനുഗ്രഹം ഒരുമിച്ച് കൊണ്ടുപോയല്ലോ. എടുത്തു. എന്തേ 1000 എടുത്തവരൊക്കെ ഒന്ന് ഇറങ്ങി വന്നേ. നിങ്ങളൊന്ന് ഇറങ്ങി വന്നേ. നിങ്ങൾക്ക് എൻ്റെ തരല്ലേ, ഇറങ്ങി വാ. ഇനി 20 ഇടാൻ പറ്റുന്നവർ ഇട്ടോ കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കെന്ത് പ്രശ്നം? ഞാൻ വിയർത്തതോ പണിയെടുത്തതോ കാശല്ലല്ലോ, പോരട്ടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ചിരിയുണ്ട്, ആ ചിരി. ഈ 20,000-ൻ്റെ കളിയും സെയിം പരിപാടി തന്നെയാണ്. ഇത്രയും നേരം നമ്മൾ കേട്ടോണ്ടിരുന്നത് 500, 1000, 2000 എന്ന തുകകളാണ്. പെട്ടെന്ന് ഒരാൾ 20,000 എന്ന് കേൾക്കുമ്പോഴത്തേന് ഈ 500ഉം 1000ഉം 2000ഉം ഒക്കെ ഒന്നും അല്ലാതായി മാറും. എല്ലാവരും പെട്ടെന്നൊന്ന് നോക്കും, 20,000 ഇട്ടു, അവന് 20,000 ഇട്ടെങ്കിൽ ഞാനൊരു 2000 എങ്കിലും ഇട്ടില്ലെങ്കിൽ മോശമല്ലേ എന്നൊരു ചിന്താഗതി നമ്മുടെ തലയിലേക്ക് വരും. വലിയൊരു നമ്പറെന്ന് ഇതുവരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു നമ്പറിൻ്റെ മുമ്പിൽ അതിനേക്കാൾ 10 ഇരട്ടിയുള്ള മറ്റൊരു നമ്പർ വെക്കുമ്പോൾ നമ്മൾക്ക് എത്ര നേരം വലുതായിട്ട് തോന്നിയിരുന്ന നമ്പർ വളരെ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു മാനസികാവസ്ഥയിലാണ് ഇവർ കൊണ്ട് എത്തിക്കുന്നത്. ഈ 20,000 കൊടുത്ത പുള്ളി മേ ബി കൊടുത്തിട്ടുണ്ടായിരിക്കും, അറിയില്ല. ചിലർ ഇതേപോലെ പറയാനായിട്ട് വെറുതെ ആളുകളെ വെക്കും, ഇവരുടെ കൂട്ടത്തിലുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കും. അവിടെ ഇരുന്നിട്ട് ഞാൻ 1 ലക്ഷം ഇട്ടു, 2 ലക്ഷം ഇട്ടു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അവരുടെ 1000ഉം 2000ഉം ഒക്കെ കുറച്ച് കാണാനുള്ള ഒരു സൈക്കോളജിക്കൽ ട്രിക്ക്. ഡോക്ടറെ 1 ലക്ഷം എടുത്തിട്ടേ നിങ്ങൾ ഡോക്ടറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. വലിയൊരു ക്ഷീണത്തിൽ നിന്ന് ആൾ സൗഖ്യമായി എഴുന്നേറ്റ് വന്നിരിക്കുക. ബിസിനസ് എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് അടുത്തുടായ്പാണ് നമ്മളിങ്ങനെ സുഖിപ്പിച്ച് കാശ് മേടിക്കുന്ന പരിപാടി. പുള്ളി ഓൾറെഡി ഡോക്ടറാണെന്ന് പറഞ്ഞു. ഓൾറെഡി ആളുകൾ ഡോക്ടറിലേക്ക് നോക്കുന്നത് പണമുള്ള സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് ഡോക്ടറിന് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത്രയും പ്രശ്നത്തിൽ നിന്ന് വന്നതാണ്, ഇനിയും മെച്ചം ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും പുള്ളിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞു. പുള്ളിക്ക് പിന്നെ എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. വളരെ സിമ്പിളായിട്ട് നോക്കുമ്പോൾ പുള്ളി പ്രത്യേകിച്ച് അവിടെ ഒന്നും ഫോഴ്സ്ഫുള്ളി ഒന്നും പറയുന്നില്ല, പക്ഷേ നമ്മളെ മെൻ്റലി പ്രഷർ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കൂടുതൽ കാശ് കൊടുക്കാനായിട്ടുള്ള മെൻ്റൽ പ്രഷർ ഇൻഡയറക്ട്ലി ചലിത്തിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളിവിടെ കാണുന്നത്. 1000 2000. വേറെ ആരാ? ബ്രദർ വാ. ഇനി ആർക്കായി കൂടെ നിൽക്കാൻ ആഗ്രഹമുള്ളത്? വായോ. ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ആർക്കാണ് ഈ കൂട്ടത്തിൽ നിൽക്കാൻ താല്പര്യമുള്ളത്? ആദ്യം അവരെ കൊണ്ട് കൈപോക്കിച്ചു, അതിനുശേഷം നിങ്ങൾ എഴുന്നേറ്റ് നടന്ന് എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. അവിടെ തന്നെ കൃത്യമായിട്ടൊരു ഡിസ്റ്റിങ്ഷൻ ആയി കഴിഞ്ഞു. അവിടെ ഇരിക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ അത്രയും പൈസ കൊടുക്കുന്നവരല്ല, അവിടെ എണ്ണീറ്റ് പുള്ളിയുടെ അടുത്ത് പോയി നിൽക്കുന്നവരെന്ന് പറയുന്നത് 1000 രൂപയ്ക്ക് മുകളിൽ കൊടുത്ത വ്യക്തികളാണ്. ഈ സൈക്കോളജിക്കൽ ടാക്ടിക്സിനെ നോർമേറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്നാണ് പറയുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഈ 1000 രൂപയ്ക്ക് മുകളിലുള്ളവരെ എണ്ണീപ്പിച്ച് പുള്ളിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ അതൊരു സ്പെഷ്യൽ പ്ലേസ് ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് ഇനി ആർക്കാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. ബാക്കിയുള്ളവരൊന്നും കൊടുക്കാഞ്ഞിട്ടല്ല, 500 100 വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എങ്കിലും അവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 1000ഉം അതിന് മുകളിലുമാണ്. അപ്പോൾ ഈ 1000-ന് മുകളിൽ കൊടുത്തവരെ ഒരു സ്പെഷ്യൽ പ്ലേസിൽ കൊണ്ട് നിർത്തുകയും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ 1000-ന് മുകളിൽ കൊടുക്കണം എന്നൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയും ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നവരെ എക്സ്ട്രീം പ്രഷർ കൊടുക്കുകയാണ്. അവർ തന്നെ വിചാരിക്കുക, അയ്യോ മോശമായി പോയില്ലേ. എല്ലാ സഭകളിലും ഇങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞ് നമ്മളുടെ നിന്ന് പൈസ മേടിക്കുന്ന ഒരു പരിപാടി കാണത്തില്ല. അതിന് പകരം അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്തോത്ര കാഴ്ചയ്ക്കായിട്ട് ഒരു പാത്രമോ സഞ്ചിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മളുടെ ഇവിടെ ഇരിക്കുന്ന ആളെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിൽ പൈസ ഇട്ടിട്ട് പോകുന്നൊരു പരിപാടിയാണ്. അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും 10 രൂപ 20 രൂപയൊക്കെ ഇടുന്ന വ്യക്തിയാണെങ്കിൽ ആ കൈ മടക്കി ആരും കാണാതായിരിക്കും ഒരു 10 രൂപ ഇടുന്നത്. നേരെ മറിച്ച് ഒരു 500 1000 ഒക്കെ ഇടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതെല്ലാവരും കാണത്തന്നെ ആയിരിക്കും പുള്ളി ഇടുന്നത്. കാരണം ഞാനിടുന്ന പണം വെച്ചിട്ട് മറ്റുള്ളവർ എന്നെ ജഡ്ജ് ചെയ്യും, അതൊരു മോശമാണ് എന്നൊരു ചിന്താഗതി നമ്മുടെ തലയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പബ്ലിക്കലി പ്രാർത്ഥനാ യോഗങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവർ ഈ പരിപാടി വെച്ച് പൈസ കളക്ട് ചെയ്യുന്നത്. പ്രാർത്ഥിക്കാൻ വന്നവരാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം എവിടെയെങ്കിലും മൂലയ്ക്ക് ഒരു ബോക്സ് കൊണ്ട് വെക്കുകയാണെങ്കിൽ അവർ ചെറിയ പൈസകളെ ഇടത്തുള്ളൂ. അവരെ നോക്കുന്ന കണ്ണുകൾ വളരെ കുറവായിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പണപ്പിരിവ് വളരെ കുറവായിരിക്കും ഇവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായിട്ടും മറ്റാളുകളുടെ കണ്ണ് നിങ്ങളെ വീക്ഷിക്കുന്ന സമയത്ത് തന്നെ പണപ്പിരിവ് നടത്താൻ ഇവർ ശ്രദ്ധിക്കുന്നത്. വളരെയധികം ആളുകൾ ഇപ്പോൾ ഇയാളെ ട്രോൾ ചെയ്യുന്നതും കളിയാക്കുന്നതും ഒക്കെ നമുക്ക് അവിടെ ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ എഴുതി വെച്ചോളൂ, ഒരു 10 വർഷത്തിന് ശേഷം ഇയാൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് വലിയൊരു മെഗാ ചർച്ചുമായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്.
കാരണം വിശ്വാസിക്ക് ബുദ്ധിയില്ല എന്ന് മറ്റാരേക്കാളും നന്നായിട്ട് ഇതേപോലെയുള്ള അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും അറിയാം. ഇപ്പോൾ അപ്പോസ്തലന്മാരെയും പ്രൊഫറ്റുമാരെയും തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. പണ്ടൊക്കെ ഇത് നാട്ടിൽ അവിടെ ഇവിടെയും കണ്ടുകൊണ്ടിരുന്നതാണെങ്കിൽ ഇപ്പം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെയാണ് അപ്പോസ്തലന്മാരുടെ മെയിൻ പരിപാടികൾ നടക്കുന്നത്. പേയ്മെൻറ്റ്സും ഓൺലൈൻ വഴി സൗകര്യപ്രദമായി നടക്കുന്നത് കൊണ്ട് അവർക്ക് അലഞ്ഞു തിരിഞ്ഞ് നടന്നിങ്ങനെ കാശ് മേടിക്കേണ്ട ഒരു ഗതികേടും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിവേ, ഇവരെ പോലുള്ളവരെ ന്യായീകരിക്കാൻ ഒട്ടനവധി ആളുകൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം അവരധ്വാനിച്ചുണ്ടാക്കിയ കാശ് അവരെന്ത് വേണേലും ചെയ്യാം. പലരും എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്നത്, നീ ഇങ്ങനെ യേശു ക്രിസ്തുവിനെയും ദൈവത്തിനെയൊക്കെ മറുത്ത് പറഞ്ഞ് കാശുണ്ടാക്കാനായിട്ടല്ലേ? എൻ്റെ പൊന്നു സഹോദര, ഈ അപ്പോസ്തലൻ ചെയ്ത കൂട്ട് 4 വാക്യം പറഞ്ഞ് കാശുണ്ടാക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഒരാഴ്ചയിലെ 7 ദിവസത്തിലെ 24 മണിക്കൂറും ഞാൻ തുടർച്ചയായി ലൈവിൽ, ഇപ്പോൾ ഉറങ്ങാതെ തുടർച്ചയായി 24 മണിക്കൂറും ഞാൻ ലൈവിൽ വന്നിരുന്നാലും ഇവർ ഒരു ദിവസം കൊണ്ടുണ്ടാക്കുന്ന കാശിൻ്റെ അംശം ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. അത്യാവശ്യം വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് നല്ല രീതിയിൽ പറ്റിച്ച് കാശുണ്ടാകാനുള്ള ബൈബിൾ വചനങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് നല്ല വശമുണ്ട്. പക്ഷേ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നമ്മുടെ ഉള്ളിലിരുന്നിട്ട് ഇങ്ങനെ കുത്തും. നമുക്ക് അങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ട് അരി വാങ്ങി തിന്നുമ്പം തൊണ്ടയിൽ നിറങ്ങാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഈ ഒരു ഇൻസിഡൻറ്റ് കൊണ്ടോ ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തതുകൊണ്ടോ വിശ്വാസികൾക്ക് എല്ലാവർക്കും ഇപ്പം തന്നെ ബോധം വെച്ചിട്ട് ഇവരെയൊക്കെ കോൾ ഔട്ട് ചെയ്യും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ ഇനിയും കഷ്ടപ്പെട്ട് പണിയെടുക്കണം, ഇനിയും പൈസ ഇതുപോലെ കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ലേലത്തിൽ നമ്മുടെ സോമേട്ടൻ പറയുന്ന പോലെ അന്യം വിയർക്കുന്ന കാശിന് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടസ കാറയിലും കയറി പളുപളത്തെ കുപ്പായിട്ട് നടക്കാൻ നമ്മുടെ പാസ്റ്റർമാർക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങളാണ് സുബോധത്തോടു കൂടി ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഈ ഓരോ 500, 1000, 2000 ഉണ്ടാക്കാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലായിരിക്കും അത്രയും പണം ഉണ്ടാക്കുന്നത്. അത് ഒരു ദിവസം കൊണ്ട് ഒരുത്തൻ്റെ അണ്ണാക്കിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഈ കഷ്ടപ്പെട്ടത്? അത് എനിക്ക് സ്വയമായിട്ടോ എൻ്റെ കുടുംബത്തിനായിട്ടോ വിനിയോഗിക്കണോ, അതോ ഇതേപോലെ വിയർക്കാൻ താല്പര്യമില്ലാത്ത, ഒരു പണിയെടുക്കാനും താല്പര്യമില്ലാതെ 4 വായ്ത്താളം പറയുന്നവർ അണ്ണാക്കിലേക്ക് ഇട്ട് കൊടുക്കണോ എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്.